വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇസ്ഹാക്കിനെ പറ്റി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഗലാത്യർ 4:28 നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. ഇന്ന് നമ്മൾ ഇസ്ഹാക്കിനെ കണ്ടുമുട്ടുന്നു. ധ്യാനശീലനും ശാന്തനും സമാധാനപ്രിയനുമായ ഒരു മനുഷ്യൻ. ഇസ്ഹാക്കിന്റെ പേരിന്റെ അർത്ഥം ചിരി എന്നാണ്. അബ്രഹാമിന് 100 വയസ്സും സാറയ്ക്ക് 90 വയസ്സും പ്രായമുള്ളപ്പോൾ അവർക്ക് ഇസ്ഹാക്ക് ജനിച്ചു. അത് അവന്റെ മാതാപിതാക്കൾക്കും അവരുടെ കുടുംബത്തിനും എത്ര വലിയ സന്തോഷം കൈവരുത്തേണ്ടതായിരുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ തയ്യാറായപ്പോൾ ഇസ്ഹാക്ക് എതിർത്തില്ല. പിതാവ് കാലുകൾ ബന്ധിച്ച് യാഗപീഠത്തിൽ കിടത്തിയപ്പോഴും ഇസ്ഹാക്ക് ഒരു വാക്കുപോലും പറയാതെ തന്നെ സമർപ്പിച്ചു. ഇതിൽ ഇസ്ഹാക്ക് യേശുക്രിസ്തുവിന്റെ ഒരു മുൻനിഴലായും മാതൃകയുമായി മാറുന്നു. അതുപോലെ തന്നെ പിതാവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായും കീഴടങ്ങുകയും ക്രൂശിലെ ബലിയായി മാറുകയും ചെയ്തു. അബ്രഹാം ഭൂമിയിൽ ഒരു പരദേശിയായി തൻ്റെ ജീവിതകാലം മുഴുവൻ കൂടാരങ്ങളിൽ ജീവിച്ചു. അവൻ്റെ കണ്ണുകൾ സ്വർഗീയ കാനാനിലായിരുന്നു. ഇസ്ഹാക്കും ഭാര്യയോടും മക്കളോടുമൊപ്പം ഒരേ ദർശനം പങ്കിട്ടു. ലോകത്തിൽ ജീവിച്ചിരുന്നെങ്കിലും ലോകം തൻ്റെ വീടല്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഞാൻ ലോകത്തിൽ നിന്നല്ലാത്തതുപോലെ അവരും ലോകത്തിൽ നിന്നല്ല എന്ന് യേശു പറഞ്ഞില്ലയോ? ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും, എന്നാൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലൗകിക സുഖങ്ങളോ ആഗ്രഹങ്ങളോ അന്വേഷിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിൻ്റെ സ്നേഹം അവനിലില്ല. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വേർപിരിയലിൻ്റെ ജീവിതത്തിൽ വളരുക. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് നാം രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് ഫിലിപ്പിയർ 3:20 കാണപ്പെടുന്നു. ഇസ്ഹാക്കിന് 40 വയസ്സുള്ളപ്പോൾ പോലും അവൻ തനിക്കായി ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തില്ല. തൻ്റെ പിതാവ് ശരിയായ സമയത്ത് ശരിയായ ജീവിത പങ്കാളിയെ നൽകുമെന്ന് അവന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അബ്രഹാം തൻ്റെ ദാസനായ എലിയസറിനെ അയച്ച് അവൻ ദൈവഹിതപ്രകാരം റബേക്കയെ ഇസ്ഹാക്കിൻ്റെ ഭാര്യയായി കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പ്രിയമക്കളെ, അബ്രഹാം എല്ലാ കാര്യങ്ങളിലും ഇസ്ഹാക്കിനെ പരിപാലിച്ചതുപോലെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെയും പരിപാലിക്കുന്നു. കർത്താവ് എൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കും എന്ന വിശ്വാസത്തോടെ അവനിൽ ആശ്രയിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 9:7 അബ്രഹാമിന്റെ സന്തതിയായാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെശയ്യാവ് 41-42 വൈകുന്നേരം 1 തെസ്സലോനിക്കർ 1 ആമേൻ.